ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് കേവലം ഒരു പുസ്തക പ്രകാശനത്തിന്റെ അപ്പുറത്ത് ഈ പുസ്തകം പ്രസരിപ്പിക്കുന്ന ഒരു ചിന്താവലയത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നാണ് ഈ ചടങ്ങിന്റെ അധ്യക്ഷനും അതുപോലെ സ്വാഗതം പറഞ്ഞ അഡ്വക്കേറ്റ് അജിത്തും പറയാൻ ശ്രമിച്ചത്, പ്രതിപാദിച്ചത്. ഞായറാഴ്ചയുടെ ഒരു ആലസ്യത്തെ കീറിമുറിച്ചുകൊണ്ട് ഇത്രയും ആൾക്കാർ ഇവിടെ സന്നിഹിതരായിരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ബീനയോടും രാമപ്രകാശിനോടുമുള്ള ഇഷ്ടത്തിനപ്പുറത്ത് ആ പുസ്തകത്തിന്റെ ദർശനത്തോടും കാഴ്ചപ്പാടോടും ഇതിവൃത്തത്തോടുമുള്ള ഇഷ്ടത്തിനപ്പുറത്ത് ഈ നാട് ഇതുപോലെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വികാരത്തിന്റെയും കൂടി പ്രതിഫലനമായിട്ടാണ് ഞാൻ ഈ ഒരു സംഘാടനത്തെ നോക്കിക്കാണുന്നത്. ഇവിടെ പറഞ്ഞവര് ഒരു കാര്യത്തിൽ അടിവരി. ബീനയുടെ പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന നിലപാടുകൾക്ക് സമ്പുഷ്ടമായിട്ടുള്ള ഒരു അടിത്തറ പാകാൻ കെൽപ്പുള്ള കണ്ടെത്തലുകളാണ്. ഞാൻ ഈ പുസ്തകം ബീന ഇത് ഞാൻ ഇരുത്തി വായിച്ചു വെക്കാം. നമ്മുടെ തോമസ് എനിക്ക് നൽകി. ഞാൻ ഈ പുസ്തകത്തിന്റെ ഓരോ പേജുകളിലൂടെയും കടന്നു പോയപ്പോൾ ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒരു ദുരവസ്ഥയുടെ ചിത്രം ഒരിക്കൽ കൂടി മിഴിവോടെ നമ്മുടെ മനസ്സിലേക്ക് വന്നു എന്ന് മാത്രമല്ല, നമ്മുടെ പോരാട്ടം എത്രത്തോളം ശക്തിയാർജിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയിൽ കൂടി അത് അടിവരയിടുന്നു. ഇവിടെ കെ.സി. പ്രസാദ് സൂചിപ്പിച്ചു, ജനാധിപത്യം മാത്രമല്ല, നമ്മുടെ അതിജീവനം മാത്രമല്ല, നമ്മുടെ ജീവിതം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു കാലം പോയി മറഞ്ഞോ എന്ന് കേരളത്തിന് വെളിയിലുള്ളവരെങ്കിലും ചിന്തിക്കുന്നു. ഞാനിങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഡ്രൈവർ ഹാഷിനോട് പറയാലോ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മാംസം വിറ്റഴിക്കപ്പെടുന്നുണ്ടല്ലോ, ഒരുപാട് അറവ് കടകളിലാണ്, ഒരുപാട് ബോർഡുകളുണ്ട്. ഇപ്പം നല്ല ഗുണമേന്മയുള്ള പന്നിയിറച്ചി വിൽക്കപ്പെടുന്നു. ഈ വിജയുടെ നാട്ടിൽ ഇത്രത്തോളം 60% ഞാൻ എനിക്കറിയില്ല. വിജയ കേരള കോളേജിൽ എൻ്റെ ജൂനിയറായിട്ട് ഞങ്ങൾ ജൂനിയറായിട്ട് വെച്ചത് ഇപ്പോഴുള്ള അതേ ആ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനം വിജയുടെ ഭാഗത്തുണ്ട്. പക്ഷെ കേരളത്തിന് വെളിയിലേക്ക് പോയാൽ നിങ്ങൾ എന്ത് ഭക്ഷിക്കണം, നിങ്ങൾ എന്ത് ധരിക്കണം, അതിനപ്പുറം നിങ്ങൾ എന്ത് ചിന്തിക്കണമെന്ന് പോലും നിഷ്കർഷിക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ഉരുത്തിരി.